ചാപ്റ്റർ 6 ഇക്വിലിബ്രിയം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് +1 കെമിസ്ട്രിയിലെ. അതിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അതിലെ ഏറ്റവും ആദ്യം വരുന്നതാണ് KP കേസ് എഴുതാനും അതുപോലെ അവരുടെ രണ്ടുപേരെ റിലേഷൻ എഴുതാനും. ഒരു ഇക്വേഷൻ തന്നിട്ട് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എടുക്കണം. KP = KC × RT⁴ എന്നിട്ട് ആ ഡെൽറ്റ വാല്യൂ കണ്ടുപിടിക്കുക. NP - NR പ്രോഡക്റ്റ് നമ്പർ ഓഫ് മോൾസ് മൈനസ് റിയാക്ടന്റ് നമ്പർ ഓഫ് മോൾസ് യൂസ് ചെയ്തിട്ട് എന്നിട്ട് അത് ചെയ്യുക. അതുപോലെ തന്നെ തിയറി സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഹോമോജീനസ് ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയ. ഡിഫറൻസസ് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചാൽ അതിൻ്റെ എക്സാമ്പിൾസ് വരാം. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻസ്. KC ബേസ് ചെയ്തിട്ടുള്ളതും KC QC ബേസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ആപ്ലിക്കേഷൻസ് കൃത്യമായിട്ട് നോക്കിയേക്കാം. ദെൻ ഫൈനലി ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വരും. ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാ എക്സാമുകൾക്കും നിർബന്ധമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിയേക്കാം. ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ള കാര്യം കൂടി എഴുതാം. ഇനി അത് കഴിഞ്ഞാൽ വരുന്നതാണ് ആസിഡ് ബേസ് കോൺസെപ്റ്റുകളാണ്. അറീനിയസ് കോൺസെപ്റ്റ്, അതുപോലെ ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ ലൂയിസ് തിയറി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആസിഡ് ബേസുകൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചിരിക്കുക. ആൻഡ് അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റിലെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറുകൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു സാധനം തന്നാൽ അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ഏതാണ്, ബേസ് ഏതാണ് എന്നുള്ള കണ്ടുപിടിക്കുന്നത് നോക്കണം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ മിനിമം പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കോമൺ അയോൺ ഇഫക്റ്റും ബഫർ സൊല്യൂഷനും സൊല്യൂബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷനും. അതെന്തായാലും നോക്കാം. ആൻഡ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റും സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് KSP തമ്മിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നുള്ള മാർക്കുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബി ഷുവർ അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് കേട്ടോ.